അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഡൈവേർട്ടർ. അത് ഇപ്പോൾ ഇതാണ് സംഭവം. ഹായ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടിൻ്റെ പ്ലംബിംഗ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്നലെ മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ബാത്റൂമിൽ മാത്രം നമ്മൾ ഡൈവേർട്ടർ സെറ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ് കേട്ടോ. അതായത് ചൂടുവെള്ളവും ഹീറ്ററിൽ നിന്നുള്ള വാട്ടറും അതേപോലെ തന്നെ നോർമൽ വാട്ടറും ഒരു കണക്ഷനിൽ തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡൈവേർട്ടർ സെറ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ്. രണ്ടാമത്തെ ബാത്റൂമിൽ നോർമൽ സ്റ്റോപ്പ് കോക്കാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്, സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഡൈവേർട്ടർ ഇന്നലെ രണ്ടാമതാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു ഡൈവേർട്ടറിൻ്റെ കാര്യങ്ങൾ പറയാം. നോർമൽ സ്റ്റോപ്പ് കോക്കിനെക്കാട്ടിയും അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഡൈവേർട്ടർ എന്ന് പറയുന്നത്. ഡൈവേർട്ടറിന് വരുന്ന പൈപ്പുകളും വേറെയാണ് കേട്ടോ. ഹീറ്റിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെയാണ് ഡൈവേർട്ടറിന് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ബാത്റൂമിലും ഡൈവേർട്ടർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പൈസ ഇറങ്ങുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് നമ്മൾ ഒറ്റ ബാത്റൂമിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂമിൽ മാത്രമാണ് ഡൈവേർട്ടർ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്ററിനായാലും അതേപോലെ തന്നെ നോർമൽ വാട്ടറിനായാലും സെപ്പറേറ്റ് പൈപ്പും കാര്യങ്ങളും വയ്ക്കേണ്ട എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഡൈവേർട്ടർ ഒന്ന് കാണിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഡൈവേർട്ടർ. അതേപോലെ തന്നെ ഡൈവേർട്ടറിൻ്റെ അപ്പർ പാർട്ടും കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കി ഷവറും അതിൻ്റെ സ്പൗട്ടും ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ജാഗ്വാർ എന്ന് പറയുന്ന ബ്രാൻഡാണ് കേട്ടോ. അത് അത്യാവശ്യം വിലയുള്ളൊരു ബ്രാൻഡാണ്. അപ്പോൾ ഈ ഒരു ഡൈവേർട്ടർ വന്നിരിക്കുന്നത് 3800 രൂപയാണ് കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ അപ്പർ പാർട്ടെന്ന് പറയുന്നത് അതിൻ്റെ MRP വരുന്ന 1950 രൂപയാണ്. ഡൈവേർട്ടർ അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഡൈവേർട്ടർ. ഇതാണ് അതിൻ്റെ ഐറ്റം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ് കേട്ടോ. ഇത് ബ്രാസിൻ്റെതാണ്. ഇതിനകത്തൊരു പ്ലാസ്റ്റിക് കവറിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം വേറെ അഴുക്കോ കാര്യങ്ങളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കവർ ചെയ്ത് വയ്ക്കാനുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ടായിരിക്കും ടൈലിൻ്റെ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കവർ കൊടുത്തിരിക്കുന്നത്. ഇതാണ് സംഭവം. ഇതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം വരുന്നതുകൊണ്ട് ഈ ഒരു പാർട്ടിലാണ്. ഷവറിൻ്റെ ഓപ്പറേഷൻസ് വരുന്നത് ഈ ഒരു സംഭവത്തിലാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതിനകത്ത് 2 ഇന്നും 2 ഔട്ടാണുള്ളത് കേട്ടോ. അത് ഈ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഈ H എന്ന് എഴുതിയിരിക്കുന്ന ഹീറ്റർ പൈപ്പ് വരാനുള്ളതാണ് കേട്ടോ. താഴെ SPT എന്ന് എഴുതിയിരിക്കുന്നത് സ്പൗട്ടിലോട്ടുള്ള കണക്ഷൻ, അതാണ് പൈപ്പിലോട്ടുള്ള കണക്ഷനാണ്. പിന്നെ ഈ SHR എന്ന് എഴുതിയിരിക്കുന്നത് ഷവറിലോട്ടുള്ള കണക്ഷൻ. ഈ സൈഡിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ നോർമൽ വാട്ടറാണ് കേട്ടോ. കോൾഡ് വാട്ടർ, C എന്ന് എഴുതിയിരിക്കുന്നത് കോൾഡ് വാട്ടർ എന്നാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഐറ്റം. അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്നതിൻ്റെ അപ്പർ ബോഡിയാണ് കേട്ടോ. നമ്മുടെ പുറത്ത് വരുന്ന അപ്പർ ബോഡിയാണ്. അത്യാവശ്യം നല്ലൊരു പാക്കിങ്ങിലാണ് ഈ സംഭവം വന്നേക്കുന്നത് കേട്ടോ. ക്രോമ ആയതുകൊണ്ട് സ്ക്രാച്ചൊന്നും ആകാതിരിക്കാനാണ് ഇങ്ങനെ അവർ പാക്ക് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പാർട്ടെന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിനകത്ത് വരുന്ന ഒരു ഹോൾഡറും അതിൻ്റെ ലിവറുമാണ് ഇതിനകത്ത് വന്നേക്കുന്നത് കേട്ടോ. നമ്മൾ നോർമൽ റേഞ്ചിലുള്ളൊരു ലിവറാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഹോട്ട് വാട്ടറിൻ്റെതും അതേപോലെ തന്നെ കോൾഡ് വാട്ടറിൻ്റെതും മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ടൈപ്പ് ലിവറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് പിന്നെ അതിൻ്റെ നമ്മുടെ ഷവറിൻ്റെ കുറച്ച് ഐറ്റംസും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു അലങ്കി തന്നിട്ടുണ്ട് ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഷവറും അതേപോലെ തന്നെ സ്പൗട്ടും എല്ലാം വാങ്ങിക്കാനുണ്ട്. അതെല്ലാം നമ്മൾ ലാസ്റ്റ് സാനിറ്ററി ഫിറ്റ് ചെയ്യുന്ന സമയത്ത് വാങ്ങിക്കാനുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്ത് അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.